പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്ളാഡിമിർ പുടിനെ കുറിച്ചാണ്. അത് റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ. ചാര സംഘടനയിൽ നിന്നും ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന പുടിൻ എങ്ങനെയാണ് റഷ്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആയത്? ആ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 1952 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് സോവിയറ്റ് യൂണിയനിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ, അന്ന് സോവിയറ്റ് യൂണിയനായിരുന്നു, സോവിയറ്റ് യൂണിയനിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് വ്ളാഡിമിർ പുടിൻ ജനിച്ചത്. 1975 തൻ്റെ ബിരുദ പഠനത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ചാരസംഘടനയായിട്ടുള്ള KGBയിൽ ജോലി നോക്കിയിരുന്ന പുടിൻ 91 സോവിയറ്റ് യൂണിയൻ തകർച്ചാ സമയത്ത് KGBയിൽ കേണലായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അന്ന് തൻ്റെ ഓഫീസ് ഫയലുകൾക്കെല്ലാം തീയിട്ട ശേഷം സ്വന്തം നാടായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് അദ്ദേഹം മടങ്ങി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് കുറച്ചു കാലം ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന പുടിൻ പിന്നെ 96 രാഷ്ട്രീയത്തിലേക്ക് എല്ലാം തിരിച്ചെത്തുന്നത്. 96 മേയറുടെ സ്റ്റാഫായി ജോലി നോക്കിയ അദ്ദേഹം 98 പ്രസിഡന്റിൻ്റെ ഓഫീസിലും നിയമിതനായി. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ചാരസംഘടനയായിട്ടുള്ള KGBയുടെ റഷ്യൻ ചാരസംഘടനയിൽ അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായി. 99 മുതൽ 2000 വരെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു. പിന്നീട് 2004 മുതൽ 2008 വരെ റഷ്യയുടെ പ്രസിഡന്റായി അദ്ദേഹം അധികാരത്തിലേറി. ഈ സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം റഷ്യയെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്തിലേക്ക് റഷ്യയെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഉരുക്കുമുഷ്ടികൾ പ്രയോഗിക്കുകയുണ്ടായി. ഇതിൽ ആദ്യമായി അദ്ദേഹം നേരിട്ടത് ചെച്നിയൻ വിഭാഗക്കാരെയാണ്. ചെച്നിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്നവരെ അടിച്ചമർത്തിയ അദ്ദേഹം പിന്നീട് 2014 യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള ക്രിമിയയെ അദ്ദേഹം റഷ്യയുടെ ഭാഗമാക്കി മാറ്റുകയുണ്ടായി. പിന്നീട് 2012 മുതൽ ഇന്ന് വരെ 2008 മുതൽ 12 വരെ പ്രസിഡന്റിൽ നിന്നും പ്രധാനമന്ത്രിയായി മാറിയ അദ്ദേഹം 12 മുതൽ ഇന്ന് വരെ റഷ്യയുടെ പ്രസിഡന്റായി തന്നെ തുടരുന്നു. 2024 തൻ്റെ അധികാരത്തിൻ്റെ കാലശേഷം പോലും അധികാരത്തിൽ തുടരാൻ ആകും വിധം റഷ്യയുടെ ഭരണഘടന 2020 അദ്ദേഹം മാറ്റി എഴുതുകയുണ്ടായി. ഇത്തരത്തിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് റഷ്യയെ തൻ്റെ കാൽക്കീഴിലേക്ക് മാറ്റുന്ന ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് പുടിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഉക്രൈനുമായിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുടിൻ ആരാണ് എന്നുള്ളത്. തൻ്റെ നിലപാടുകൾ, അതായത് റഷ്യയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും വ്ളാഡിമിർ പുടിൻ തയ്യാറാകുമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് ഏകദേശം 24 വർഷത്തോളമായിട്ട് അദ്ദേഹം റഷ്യയുടെ അധികാര ഉന്നത സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്താണ് പുടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.